അപ്പോൾ നമ്മൾ അടുത്തതായി കണ്ടത് അവാർഡുകൾ കൊടുക്കാറുള്ള അവാർഡിനെയാണ്. ഇതിലേത് അവാർഡാണാവോ എനിക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ കിട്ടുന്നതെന്ന് ഞാൻ കാത്തിരുന്ന് ആലോചിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലെ യൂട്യൂബിലും അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫിയുടെ ഫീൽഡിലൊക്കെ കുറച്ച് ഫേമസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കണ്ടു. അപ്പോൾ നമ്മൾ അവരോട് ചെന്ന് വർത്താനം പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ അവരുടെ കൂടെ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും അതേപോലെ തന്നെ നമ്മൾ കണ്ടാണ് നമ്മുടെ ഐഷൂട്ട് ഫോട്ടോഗ്രാഫി. ഇതേപോലെ കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റി. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രേയസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഫോട്ടോ ഫെസ്റ്റ് കാണാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ അങ്കമാലിയിലുള്ള അഡ്ലറ്റ്സ് കൺവെൻഷൻ സെൻറ്ററിലാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ വന്നിരുന്നു. അപ്പോൾ ഈ കൊല്ലം നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്നാണ് വന്നത് നേരിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഫോട്ടോ ഫെസ്റ്റിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഇതേപോലെ സോണിയുടെ ഒരു ക്യാമറയുടെ പോലെയാണ് നമ്മൾ എൻട്രൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയൊരു ടി വി സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ടി വി. അപ്പോൾ വലിയൊരു ടി വിയാണ്. അപ്പോൾ ഇതിങ്ങനെ കുറേ ക്യാമറയുടെ സംഭവങ്ങളൊക്കെ പ്ലേ ആവുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചുറ്റും ഇതേപോലെ ഓരോ ക്യാമറയുടെ ഡീറ്റെയിൽസും പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് കോളേജിൽ നിന്ന് ഒരു പാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണിച്ചു കൊടുത്താൽ നമുക്കൊരു ടാഗ് തരും. അപ്പോൾ ആ ടാഗാണ് ഈ കാണുന്നത്. അപ്പോൾ അകത്തേലും ഇഷ്ടം പോലെ ഷോപ്പുകളാണ്. അതായത് നമ്മുടെ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഷോപ്പുകളുണ്ട്. പ്രിൻറ്റിങ്ങിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ ക്യാമറകളുടെ ഉണ്ട്, ലെൻസുകളുടെ ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ ടൈപ്പ് ഷോപ്പുകളും, ട്രൈപോഡുകൾ, ലൈറ്റുകൾ, മൈക്കുകൾ, അങ്ങനെ എല്ലാ സംഭവങ്ങളുടെയും ഷോപ്പുകൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നത് സോണിയുടെ സ്ഥലമാണ്, അതായത് ഷോപ്പ് പോലെ. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്ത് നമ്മുടെ നിക്കോണിൻ്റെ ഉണ്ട്. അതായത് പിന്നെ വേറെ കുറേ ക്യാമറകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ക്യാമറകളിൽ ഒരേ സ്പോട്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ മോഡൽസും കുറേ ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഇഷ്ടംപോലെ മോഡൽസും അതേപോലെ തന്നെ കുറേ ഫോട്ടോഗ്രാഫേഴ്സും അവിടെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ മോഡൽസ് എല്ലാവരും ഇങ്ങനെ പോസ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ, അവിടെയുള്ള ക്യാമറയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരുവിധം ക്യാമറകളൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റും. അവർ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് തരും. അപ്പോൾ അതിവിടെ മാരിയോടെ ഒരു ഗിംബൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗിംബലും ക്യാമറയൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ തരും. അപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ഇതേപോലെ ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് വേറൊരു മോഡലുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്ത് വേറെ 2 മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു മോഡൽ. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തായിട്ട് വേറൊരു മോഡലും കൂടി ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലായിട്ട് അപ്പോൾ എല്ലായിടത്തും ഇഷ്ടം പോലെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കപ്പിൻ്റെ ഒരു സെക്ഷൻ കണ്ടു. അതായത് കപ്പും അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് തന്നെ പല ടൈപ്പ് ഡിസൈൻ. പിന്നെ അതേപോലെ തന്നെ മൈക്കുകളുടെ സംഭവമൊക്കെ കണ്ടു. ഇത് ഗോഡോട്സിൻ്റെ ഒരു മൈക്കാണ്. അപ്പോൾ ഗോഡോട്സിൻ്റെ സ്റ്റോറാണ് ഈ കാണുന്നത്. പിന്നെ അതുകൂടാതെ ഒരു ഫോട്ടോ എക്സിബിഷൻ ഉണ്ടായിരുന്നു. കുറേ ഫോട്ടോകൾ അവിടെ അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഫോട്ടോ എക്സിബിഷൻ്റെ സ്പേസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നതൊക്കെയാണ് ഫോട്ടോസ്. അപ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ കണ്ടുപോരാൻ പറ്റും. പിന്നെ നമ്മളൊരു PC ബിൽഡിങ്ങിൻ്റെ സ്റ്റോർ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ഒരു PC ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അപ്പുറത്ത് വേറൊരു PC ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ അവിടെ നമ്മുടെ സ്റ്റിയറിംഗ് വീൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ലോജിടെക്കിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു PC. അതേപോലെ തന്നെ നമ്മുടെ ടേബിളിൽ സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു PC കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ടേബിളിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു PC. അപ്പോൾ ഉള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ കമ്പോണൻസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇതേപോലെ തന്നെ കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള ഫോട്ടോ ആൽബംസിൻ്റെ ഡിസൈനുകൾ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ബോക്സ് പോലെയൊക്കെ ബ്രീഫ് കേസൊക്കെ പോലത്തെ കുറേ ആൽബം ടൈപ്പുകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പല ടൈപ്പുള്ള പ്രിൻറ്റിങ്ങിൻ്റെ സംഭവങ്ങളുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ ഫോട്ടോകളും അതേപോലെ തന്നെ ഡിസൈനുകളൊക്കെ ഇതേപോലെ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ ഇതേപോലെ പല ഡിസൈനുകളും ഫോട്ടോസൊക്കെ പ്രിൻറ്റ് ചെയ്യേണ്ടവർ. അപ്പോൾ ഇവിടെയും കുറേ മോഡൽസ് ഉണ്ട്. അതേപോലെ തന്നെ ക്യാമറ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സോണിയുടെ ആൽഫ എന്ന് പറഞ്ഞ ക്യാമറയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ സിറിൽ ജസ്റ്റ് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഈ ക്യാമറസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചാൽ മതി, നമുക്ക് ക്യാമറ തരും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് നോക്കാൻ പറ്റും. അപ്പോൾ മോഡൽസൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ സിറിൽ ഫോട്ടോ എടുത്ത് നോക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ സോണിയുടെ ആൽഫ എന്ന് പറഞ്ഞ ക്യാമറ സീരീസിലുള്ള ക്യാമറയാണിത്. അപ്പോൾ അതിൽ നമുക്ക് ഇതേപോലെ ഫോട്ടോ എടുത്ത് നോക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ക്യാമറയിലൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഇതേപോലെ ഒരു സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാമറയിലുള്ളത് നമുക്ക് ലൈവായിട്ട് ഇതേപോലെ കാണാൻ പറ്റും. പിന്നെ അതിന് ശേഷം നമ്മുടെ സിഗ്മയുടെ ഷോപ്പിൽ പോയി നമ്മുടെ ലെൻസുകളുടെ സിഗ്മയുടെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണവർക്ക് നമുക്ക് അവർ ഇതേപോലെ ഒരു ബാഗ് കൊടുക്കുന്നുണ്ട്. അതായത് ചെറിയൊരു ക്യാരി ബാഗ് പോലത്തെ സംഭവം നമുക്കത് അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഫുജിയുടെ ഒരു ഫോം ജസ്റ്റ് ഫില്ല് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അത് ഫില്ല് ചെയ്യുന്നവർക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കേണ്ടവർ. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയതാണ് ഫുജി ഫിലിമിൻ്റെ ഈ സംഭവം. അപ്പോൾ നമ്മൾ ഫോട്ടോ ഫെസ്റ്റൊക്കെ ഉണ്ടാവുന്നതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി. ഗോൾഡൻ സ്പൂൺ എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ നമ്മൾ മീറ്റ് റോഡും അതേപോലെ തന്നെ ലൈവ് സാധനം കഴിച്ചു.